എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ മാങ്ങാത്തിരയാണ് തയ്യാറാക്കിയിട്ട് പച്ചമാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മാങ്ങാത്തിര ഉണ്ടാക്കിയെടുക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ മാങ്ങാത്തിരൊക്കെ ഉണ്ടാക്കിയെടുക്കുക പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ പച്ചമാങ്ങ വെച്ചിട്ടൊക്കെ അത് ചെയ്യണുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാങ്ങാത്തിരൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെയൊക്കെ വെച്ചാലും ചീത്തയായിട്ടൊന്നും പോവില്ല കേട്ടോ. നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളിത് കേടാവാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു മാങ്ങാത്തിര എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങ തര ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടുത്തെ 2 പച്ചമാങ്ങ എടുത്തിട്ടുള്ളത്. ഇതിനെ മാങ്ങ തിര എന്നും പറയും, മാങ്ങ തര എന്നും പറയും കേട്ടോ. അപ്പോൾ 2 മാങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിന് ശേഷം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. അതല്ല നിങ്ങൾ സാധാരണ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ 2 മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മാങ്ങയും വെള്ളം മാത്രം മതി. അതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഇതൊരു 2 വിസിൽ വരുന്നത് വരയ്ക്കും ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം മാങ്ങ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം വെന്തുടഞ്ഞ് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ പാത്രത്തിൽ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ലോണം തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടാറട്ടെ. നല്ലോണം ചൂടാറിന് ശേഷം ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ലോണം ചൂടാറിന് ശേഷം വേണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മേത്തൊക്കെ ആവും കേട്ടോ. അപ്പോൾ എന്നിട്ട് ചൂടാറിന് ശേഷം ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇത് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതേ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലൊരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അരിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. ആ ഒരു മാങ്ങയുടെ നാരാണിത്. ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കളയാം. മാങ്ങ പൾപ്പിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കണത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ എടുക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. അതല്ലെങ്കിൽ കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉണക്കമുളക് ചതച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. അതിപ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. നേരത്തെ കാണുന്നതിനും ഇപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. കുറച്ച് ഇങ്ങനെ ഒരു സിൽക്കി പരുവത്തിലായി കിട്ടിയിട്ടില്ലത്. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണക്കിയെടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മാംഗോ പൾപ്പിൽ നിന്ന് കുറച്ച് ഞാനിവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. പകുതിയോളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതിൽ കുറച്ച് ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കുറച്ച് ഭംഗിയൊക്കെ കിട്ടാനായിട്ടാണ് കേട്ടോ ഗ്രീൻ കളർ ചേർക്കുന്നത്. അപ്പോൾ ഒരല്പം ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് പച്ചമാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീൻ കളർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കളർ ചേർക്കാത്തതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നല്ല കട്ടിക്കും വേണ്ട. നല്ല കട്ടിക്കൊക്കെ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാനും പാടാണ് കേട്ടോ. ഒരു 4-5 ദിവസമൊക്കെ എടുക്കും കേട്ടോ ഉണങ്ങി കിട്ടാൻ. ഈ വേറൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിലും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കളർ മിക്സ് ചെയ്തത് കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കൂടെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതും പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെയിലത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇത് 2 ദിവസത്തെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗം കുറച്ചൊരു നനവ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീണ്ടും വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിങ്ങനെ എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഉണക്കിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ലോണം ഉണക്കിയെടുത്താൽ മാത്രമാണ് കേട്ടോ അത് കുറേ നാളൊക്കെ കേടാവാതൊക്കെ ഇരിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു മാങ്ങ തര കിട്ടിയിട്ടുണ്ട്. മാങ്ങാത്തര ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചെറിയൊരു എരിവും മധുരവും പുളിയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.